ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മോർണിംഗ് വ്ളോഗുമായിട്ടാണ്. കൂടാതെ കുറച്ച് ടിപ്സും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്യണേ. അങ്ങനെ ഇതേ ഞാൻ കിച്ചണിലെത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നൂലപ്പം റെഡിയാക്കാമെന്ന് കരുതി. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം വെച്ചിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള പൊടി എടുക്കണം, അരിപ്പൊടി കുറച്ചധികം തന്നെ എടുക്കുന്നുണ്ട്. ഇവിടെ കുട്ടികളൊക്കെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റും കൂടെയാണിത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഈ വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാത്രത്തിൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നൂൽപൊട്ടി ഇതിലേക്ക് വെക്കാം. ചായക്കുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ദേ നൂലപ്പം റെഡിയായി, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വെക്കാനായിട്ട് ഇങ്ങനെ പാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. രാവിലെ തിരക്ക് പിടിച്ച സമയങ്ങളിൽ നമ്മുടെ ജോലികൾ പെട്ടെന്ന് തീർക്കാൻ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തു വെക്കാറ്. അത് നിങ്ങളെയും കൂടെ കാണിക്കാം കേട്ടോ. ഇതുപോലെ കണ്ടെയ്നറിൽ 2-3 തേങ്ങയെല്ലാം ചിരവിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കും. കുറേ കാലം കേടുകൂടാതിരിക്കും. പിന്നെ ഇതുപോലെ കറിവേപ്പില നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം കണ്ടെയ്നറിൽ സൂക്ഷിക്കാം.
ഇനി നെക്സ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പീലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി പേസ്റ്റാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഇനി ചെറിയുള്ളിയും ഇതുപോലെ പീലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കിയതിന് ശേഷം കണ്ടെയ്നറിൽ എയർ ടൈറ്റായിട്ട് സൂക്ഷിച്ച് വെച്ചാൽ കുറേ കാലം കേടുകൂടാതിരിക്കും. ഇനി ഫിഷ് മീറ്റ് കാര്യങ്ങളെല്ലാം വാങ്ങിച്ചാൽ നമ്മൾ ഒരിക്കലും അതുപോലെ ഫ്രീസറിലോട്ട് വെക്കരുത്. അത് കഴുകി മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനീഗറും ചേർത്ത് ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ച് അതിലെ ബ്ലഡും അതിലെ അണുക്കളൊക്കെ ഒന്ന് നശിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഫ്രീസറിൽ സൂക്ഷിക്കാൻ. ഇതുപോലെ സിബ്ലോക്ക് കവറിലോ കണ്ടെയ്നറിലോ എല്ലാം മീറ്റും ഫിഷും എല്ലാം സൂക്ഷിച്ച് വെക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. എത്ര ദിവസം കഴിഞ്ഞാലും ആ ഫ്രഷ്നെസ് പോവില്ല. കുറച്ച് ഫിഷ് കറിക്കായിട്ട് ഇതുപോലെ ഗ്ലാസ് കണ്ടെയ്നറിൽ വെള്ളം ചേർത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഫിഷ് മസാല പുരട്ടി ഇന്നും നാളെയും എടുക്കാൻ വേണ്ടിയിട്ടും വെച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.